ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താര എന്ന ഈ തരല്ല ശാലിനി എന്ന ഈ സുന്ദരി പെണ്ണിനെ വിഷ്ണു എന്ന ഈ പോക്കിരി സ്വന്തമാക്കിയിരിക്കും. പക്ഷെ അന്നത്തെ പോലെ അന്നത്തെ പോലെ അല്ല, അന്നത്തെ പോലെ എടുത്തു കയറ്റാനൊന്നും പറ്റില്ലല്ലോ. ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ. പക്ഷേ മാതള നരകം പൂത്തൊന്നറിയാൻ പറ്റുമല്ലോ. എന്നാ പിന്നെ പോയേക്കാം. ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. എപ്പ നോക്കിയാലും അമ്മോട് പറയുന്നത് ഹോട്ടലിൽ ഫോൺ ചെയ്ത് പറയാം. പോലെ വിഷ്ണുട്ടാ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. അതൊക്കെ പിന്നെ പറയാം. ഞാനേ വിഷ്ണുട്ടന്റെ കാര്യം ഓർത്ത് ചിരിച്ചതാ. ഓഹോ ഹോ ഹോ, എന്നാ പറ, എനിക്കോട് ചിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, നട്ടപ്പാതിരക്ക് എവിടെയെങ്കിലും മൂടി പൊതച്ചു കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് കടല് കാണാൻ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇതിന് വട്ടെന്നല്ലാതെ വേറെ എന്ത് പറയും? മറ്റൊരു പേരുണ്ട്, പ്രാന്ത്. ഈ ചില സമയത്തെ എനിക്ക് തന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. ആ സമയത്ത് ആ ഇഷ്ടം കൂടി 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 പ്രാന്തായിട്ട് മാറുമെന്ന് തോന്നും. അപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ വിളിച്ചിറക്കി കൊണ്ടുവരണേ. ഇപ്പൊ മനസ്സിലായ? അത് ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, വയലന്റ് ആവൊന്നും ഇല്ലല്ലോ. അങ്ങനൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോ ആവാനും സാധ്യത ഉണ്ട്. ഇനിയിപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് കണ്ണി നോക്കി നിന്നാ മതി. സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ അച്ഛനാ, എന്നിട്ട് ഇപ്പോഴും കോളേജ് കുമാരനാവാനാ മോഹം. അല്ല, അങ്ങനെ വേണേ പറയാലോ. എടോ, ജീവിതത്തിൽ ഒന്നും ആവാത്തവർക്കേ ഇതൊക്കെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാ. ഞാനിത് മനസ്സെറിഞ്ഞ് ആസ്വദിക്കുക. ഒപ്പം നമ്മള് നഷ്ടപ്പെടുത്തിയ നമ്മുടെ ജീവിതത്തിന്റെ പകുതി ഭാഗവും ഒരു വേദനയോട് ഓർക്കും ചെയ്യാം. അതില് ഞാൻ വിഷ്ണുട്ടനെ മാത്രം കുറ്റം പറയില്ല. എന്റെ ഭാഗത്തു നിന്നും കുറെ അധികം തെറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്നിച്ചു കഴിയേണ്ട പല സന്ദർഭങ്ങളിലും ആർക്കൊക്കെയോ വേണ്ടി നമ്മുടെ ജീവിതം ഇല്ലാതാക്കിയവരാ നമ്മള്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഉണ്ടായോ? അതുമില്ല. അവസാനം ഇപ്പൊ ആരുണ്ട്? നമുക്ക് നമ്മള് മാത്രം. ഒപ്പം മനസ്സുകൊണ്ട് നമ്മുടെ 2 മക്കളും. അതെ, ഒരാളുടെ കാര്യത്തിൽ താൻ ഇനിയും തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ സത്യം മാത്രമേ നമ്മോടൊപ്പം വന്നിട്ടുള്ളൂ. പപ്പയും വരും, പക്ഷേ ഉടനെ വേണ്ട. സത്യമ്മ സത്യങ്ങളൊന്നും അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ചു നാളുകൂടി ഇങ്ങനെ പോവേണ്ടി വരും. അത് കഴിഞ്ഞ് എല്ലാം കലങ്ങി തെളിയും. ഞാനും എന്റെ വിഷ്ണുവേട്ടനും പിന്നെ നമ്മുടെ 2 മക്കളും സന്തോഷത്തോടെ ഒന്നിച്ചങ്ങ് ജീവിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് നടന്നാലോ? എന്താ, നടന്നാലേ റൊമാൻസ് വരൂ? അതല്ല, തമ്പാ. തന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ട് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ്
ദേ ഈ അലറി എടുക്കുന്ന തിരമാലകളോടെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ദേ ഈ തെളിഞ്ഞ നിലാവിന്റെ മനോഹാരിതയിൽ നടക്കാൻ ഒരു കൊതി. നല്ല സാഹിത്യം വരുന്നുണ്ടല്ലോ. സാഹിത്യം മാത്രമല്ല, പഴയൊരു സിനിമയിലെ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു ഹിറ്റ് ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ ആ ഡയലോഗേ നമ്മൾ രണ്ടുപേരെയും പേര് പറഞ്ഞിട്ട് കച്ചാം. ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും താര എന്ന ഈ തരല്ല ശാലിനി എന്ന ഈ സുന്ദരി പെണ്ണിനെ വിഷ്ണു എന്ന ഈ പോക്കിരി സ്വന്തമാക്കിയിരിക്കും. ഈ സ്വന്തമാക്കും സ്വന്തമാക്കും എന്ന് പറയുന്നതല്ലാതെ നമ്മൾ എന്നാ വിഷ്ണുവേട്ട ശരിക്കും സ്വന്തമാവുന്നേ? എടോ എനിക്ക് തോന്നുന്നതേ ഈ ദൈവത്തിന് ഭയങ്കര അസൂയ. അല്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ കഷ്ടപ്പെടുത്തുവോ? അതേ നമുക്കിങ്ങനെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് നടക്കാനെങ്കിലും പറ്റുന്നുണ്ട്. ചിലർക്കൊന്നും അങ്ങനെ ഒരു ഭാഗ്യം പോലും കിട്ടുന്നില്ല. ശരിയാ. എന്റെ ശാരികയുടെ കാര്യം തന്നെ എടുത്തു നോക്ക്. ഓർക്കുമ്പോ ഒക്കെ സങ്കടാ. രാജീവ് സാറ് ഇപ്പൊ US എവിടെയോ. ചേച്ചി പ്രഗ്നന്റ് ആയത്. കൊച്ചിനെ വരെ രാജീവേട്ടന്റെ അമ്മയും അമ്മാവനും കൂടി ഇല്ലാതാക്കി. എന്റെ ചേച്ചിയെ ഭ്രാന്തിയാക്കി. അതേ മറ്റുള്ളവര് ദുഃഖവും പറഞ്ഞ് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് കരയാനല്ല പാതിരാത്രി ഞാൻ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന്. ശരി, സമ്മതിച്ചു. നമ്മൾ ഇനി എങ്ങോട്ടാ പോകാനാണ് ആ സ്ഥലമില്ലാത്ത? എടോ ഇന്നത്തെ രാത്രി നമുക്ക് മാത്രമുള്ളതല്ലേ? നമുക്ക് മാത്രം. ആ ദോശ ഉണ്ട് കേട്ടാ ചേട്ടാ. ദോശ ഓംലെറ്റ് രണ്ടുപേർക്കും വേണോ? എടുത്തോളൂ. ആ അല്ല പുള്ളി ആദ്യം ഒരു പ്ലേറ്റ് വേണോന്നാ ചോദിച്ചേ. അതെന്തൊരു അർത്ഥം വെച്ചിട്ടില്ല എന്നൊരു തോന്നല്.